ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റോപ്പ് ലോസിനെ പറ്റിയാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് സ്റ്റോപ്പ് ലോസ്, എന്താണ് അവരുടെ ഗുണം എന്ന് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ SL എന്ന് പറയും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഇൻട്രാഡേ ട്രേഡായിരുന്നു. 100 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്. നമ്മൾ ചെറിയ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അവിടെ എത്തി. അവിടെ ബ്രേക്ക് ചെയ്ത് വെച്ചതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി. ഏകദേശം 350-330 രൂപയ്ക്ക് അടുത്ത് നമുക്കത് പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിൽ എത്തി. പക്ഷെ തിരിച്ച് നമ്മൾ പ്രതീക്ഷിച്ച ആ സപ്പോർട്ട്സ് പഴയ റെസിസ്റ്റൻസ് സപ്പോർട്ടാവുമെന്നാണ് കരുതിയത്. അപ്പോൾ ചെറിയൊരു ബാക്ക് ഉണ്ടാവണമെങ്കിൽ ട്രേഡ് എടുക്കാമെന്നാണ് പ്രതീക്ഷിച്ചത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് കയറും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് കയറിയില്ല. ഇപ്പോൾ 1 മിനിറ്റ് ക്യാൻഡിലാണ്. ജസ്റ്റ് 2 മിനിറ്റ് ക്യാൻഡിലുണ്ടായ ഡിപ്പാണിത്. 1 മിനിറ്റ് ക്യാൻഡിൽ സഡൻ ഫോളായിരുന്നു. മുകളിലേക്ക് പോയിട്ടേ ഇല്ല. ക്യാൻഡിലിന് ടോപ്പ് നോക്കണം, നമുക്കറിയാം. മുകളിലേക്ക് അനങ്ങിയിട്ടേ ഇല്ല. അവിടുന്ന് സഡൻ ഫോളായിരുന്നു. പിന്നെ താഴത്ത് ചെറിയൊരു ബാക്ക് ഉണ്ടായിട്ട് അവിടെ ക്ലോസ് ആയി. പക്ഷേ അടുത്ത ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ആയായിരുന്നു. ക്ലോസ് ആയപ്പോഴത്തെ റെഡ് ക്യാൻഡിലായി. വളരെ പെട്ടെന്നുണ്ടായിരുന്ന, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതായിരുന്നു. പിന്നെയുള്ള സാഹചര്യങ്ങളിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്ന് പറയുന്നത്. ഏകദേശം ഈ പോയിന്റിൽ നിന്ന് നമ്മൾ പറഞ്ഞ് നമ്മുടെ പഴയ സപ്പോർട്ട് സോണിൽ നോക്കണം. ഏകദേശം 29 സംതിങ്. അപ്പോൾ നമ്മൾ ആ ട്രേഡ് ഹോൾഡ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം അപ്പോൾ നമ്മളത് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 3000 രൂപയുടെ ലോസ് ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 30 പോയിൻ്റ് അടുത്ത് ഇടിഞ്ഞ് 3000 രൂപ ലോസ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ പെട്ടെന്നുണ്ടാകുന്ന ഡിപ്പുകളും മാർക്കറ്റ് ഇടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലോസ് കൺട്രോൾ ചെയ്യാം. ഇതുവരെ ലോസ് ഉണ്ടെങ്കിൽ എൻ്റെ ക്യാപിറ്റലിനെ ബാധിക്കത്തില്ല. നമുക്കറിയാം, നമ്മുടെ ക്യാപിറ്റൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ക്യാപിറ്റൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ക്യാപിറ്റലിനെ ബാധിക്കാത്ത രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് വെക്കുക. നമ്മുടെ ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന പോലെ വലിയ എമൗണ്ടുകൾ അവർ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയാണ്. അവരുടെ ക്യാപിറ്റലും വലുതാണ്. നമ്മൾ പേഴ്സൻറ്റേജ് നോക്കുക, ഒരിക്കലും എമൗണ്ട് നോക്കല്ല. നമുക്ക് കിട്ടുന്ന റിട്ടേൺസിൻ്റെ പേഴ്സൻറ്റേജ് നോക്കുക. ഞാൻ ഇവിടെ 1.5% ആണ് ഇൻട്രാഡേ എടുക്കുന്നത്. ഓപ്ഷനൊക്കെ ആണെങ്കിൽ 10% നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ മാക്സിമം നമ്മൾ നോക്കുന്നത് 3% നോക്കാറുള്ളൂ. അത് മാർക്കറ്റിൻ്റെ അവസ്ഥ, സ്റ്റോക്കിൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ്. ചിലപ്പോൾ 5% നമ്മൾ പ്രോഫിറ്റ് എടുക്കാറുണ്ട്. ഇതാണ് വരുന്നത്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വെച്ചിരുന്നത് ഇതിന് താഴെയാണ് വെച്ചിരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മളെല്ലാ ട്രേഡിലും സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക, സേഫായിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.